സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദി എഴുതിയ നോവൽ ഞങ്ങൾ സുഖമായിരിക്കുന്നു തുടരുന്നു. അവതരണം സിന്ധു അശോക്. അപ്പോഴാണ് ചോട്ടുവും ശ്യാംസുന്ദറുമായി വഴക്കിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് തെളിയിക്കാനുള്ള ഗോവിന്ദപിള്ളയുടെ അടുത്ത വിശദീകരണം. ശ്യാംസുന്ദർ സ്ത്രീ വിഷയത്തിൽ അപകടകാരിയായിരുന്നുവെന്നതാണല്ലോ അയാളുമായി പലരും തെറ്റാനുണ്ടായ കാരണം. ഗിരിധരനെ പോലെ ചോട്ടുവെന്ന ദിനേശിന് സഹോദരിമാരോ കാമുകിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാളുമായി വഴക്കിടേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. അമ്മുവിന് വീണ്ടും ഷോക്ക്. ചോട്ടുവേട്ടന് സഹോദരിമാരില്ലായിരുന്നു എന്നത് സത്യം. എന്നാൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് താൻ ചോട്ടുവേട്ടനെ മനസ്സിലാക്കിയത് ശരിയായിട്ടായിരുന്നില്ലേ? ഒരുപക്ഷെ ഗിരിയേട്ടനാവും ശരിയായി അയാൾ പഠിച്ചത്. കോടതി പിരിഞ്ഞ് ഉടൻ അമ്മു കാറിൽ കയറുന്നതിന് തൊട്ടു മുമ്പ് ചോട്ടു ഓടി അവളുടെ അരികിലെത്തി. അമ്മൂട്ടിയമ്മേ. അമ്മു രൂക്ഷമായി ചോട്ടുവിനെ നോക്കി. നാം തമ്മിൽ പിണങ്ങേണ്ട കാര്യമില്ല. നമ്മുടെ ബന്ധത്തെ ഈ കേസ് ബാധിക്കുകയുമില്ല. ചോട്ടു അടുത്തെത്തിയാൽ മുഖം വെട്ടിത്തിരിക്കാൻ മാത്രമേ ഗിരി അനുവദിച്ചിരുന്നുള്ളൂ. എങ്കിലും രണ്ട് വഴക്കു പറയാതിരിക്കാൻ അമ്മുവിന് കഴിഞ്ഞില്ല. അതിന് നാം തമ്മിൽ എന്തു ബന്ധം? വേണ്ട, ഒന്നും വേണ്ട. മതി, എല്ലാം മതിയായി, എല്ലാം മനസ്സിലായി. പറഞ്ഞു വന്നതോടെ സങ്കടം അണപൊട്ടി. അവൾ കാറിൽ കടന്നിരുന്ന വാതിൽ ആഞ്ഞടിച്ചു. വണ്ടി നീങ്ങുകയും ചെയ്തു. അപമാനമല്ല, സങ്കടമായിരുന്നു ചോട്ടുവിന്. അമ്മു കയറിയ കാർ അകന്നു പോകുമ്പോൾ അവളെ തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുകയാണെന്ന് അവന് തോന്നിയത്. ഗിരിയുമായുള്ള ബന്ധം തകർന്നതോടെ തനിക്ക് അമ്മുവും ഇല്ലാതായി. അത് പ്രതീക്ഷിച്ചതല്ല. എന്തൊക്കെ സംഭവിച്ചാലും അമ്മു തന്നെ തള്ളിപ്പറയുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ തൻ്റെ പക്ഷത്തും തെറ്റില്ലേ? കേസിൽ രക്ഷപ്പെടാൻ വേണ്ടി കോടതിയിൽ 2 കള്ളങ്ങൾ പറഞ്ഞു. ശ്രീലക്ഷ്മി ഫൈനാൻസിയേഴ്സിൻ്റെ നോർത്തിലെ ഓഫീസിൽ വെച്ച് ശ്യാംസുന്ദറുമായി വഴക്കിട്ട കാര്യം താൻ കോടതിയിൽ നിഷേധിച്ചു. അമ്മുവിനോടൊരിക്കൽ ഏറ്റുപറഞ്ഞ സത്യമാണ്. ചോട്ടുവേട്ടൻ കള്ളനാണെന്ന് അവൾക്ക് തോന്നിയിരിക്കാം. മറ്റൊന്ന്, ഗിരിധരനെ പോലെ തനിക്ക് സഹോദരിയോ കാമുകിയോ ഇല്ലെന്ന് പറഞ്ഞതാണ്. സഹോദരി ഇല്ലെന്ന കാര്യം സത്യമാണ്. എന്നാൽ തനിക്കൊരു പെൺകുട്ടി ഇല്ലെന്ന് പറഞ്ഞത് അമ്മുവിനത് സഹിച്ചിട്ടുണ്ടാവില്ല. 2 കള്ളവും കേസ് ജയിക്കാൻ വേണ്ടി തൻ്റെ വക്കീലിൻ്റെ നിർബന്ധപ്രകാരം പറഞ്ഞതാണ്. ശ്യാംസുന്ദറെ താൻ കൊന്നിട്ടില്ലെന്നും കൊല്ലേണ്ട ആവശ്യമില്ലെന്നും ന്യായാസനത്തെ ബോധിപ്പിക്കാൻ, ചെയ്യാത്ത ഒന്ന് ചെയ്തില്ലെന്ന് തെളിയിക്കാൻ കള്ളങ്ങൾ പറയേണ്ടി വന്നു. തൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടിയെ പിണക്കേണ്ടിയും വന്നു. പക്ഷെ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഗിരിധർക്കൊപ്പം താനും കുറ്റവാളിയായി സംശയിക്കപ്പെട്ടേനെ. വക്കീൽ പറഞ്ഞു തന്ന ആ 2 കള്ളങ്ങളും താൻ നിരസിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഗിരിക്ക് പകരം താൻ അഴിക്കുള്ളിൽ കിടക്കേണ്ടി വരുമായിരുന്നു. എന്നാലും അമ്മു പോയല്ലോ. സർവ്വം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ചോട്ടു. അഡ്വക്കേറ്റ് ഗോവിന്ദപിള്ളയുമായി കേസ് ഡിസ്കസ് ചെയ്യാൻ ഓഫീസിലെത്തിയ ചോട്ടു പ്രധാനമായി പറഞ്ഞതും അമ്മുവിൻ്റെ നഷ്ടത്തെക്കുറിച്ചാണ്. ഗോവിന്ദപിള്ള അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. നിങ്ങൾ ഇന്നത്തെ ചെറുപ്പക്കാർ അധികവും ഇത്തരം ചില ചീപ്പ് സെൻറ്റിമെൻറ്റ്സിന് അടിമകളാണ്. അമ്മു പിണങ്ങിയത് അവളുടെ ഏട്ടനെ തട്ടിമറിച്ചിട്ടുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടതുകൊണ്ടാണ്. എനിക്ക് ആരെയും തട്ടിമറിച്ചിടണമെന്നില്ലായിരുന്നു. തെറ്റ് ചെയ്യാത്തിടത്തോളം ശിക്ഷിക്കപ്പെടരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. നിങ്ങൾ ശിക്ഷിക്കപ്പെടാതിരുന്നാൽ ഗിരിധർ ശിക്ഷിക്കപ്പെടും. അതാണ് ഈ കേസിൻ്റെ അവസ്ഥ. ശ്യാംസുന്ദറിൻ്റെ കൊലക്കുറ്റം നിങ്ങൾ 2 പേരിൽ ഒരാൾ ഏറ്റെടുക്കാതെ പറ്റില്ലല്ലോ. മൂന്നാമതൊരാൾ ഇതിൽ വന്നുകൂടുന്നില്ലല്ലോ. ഇനിയും അതിനുള്ള സാധ്യതയില്ല. നിങ്ങൾ 2 പേർക്കും ശ്യാംസുന്ദറിനെ കൊല്ലാനുള്ള ന്യായമുണ്ട്. നിങ്ങൾ അന്ന് ഉപയോഗിച്ച വണ്ടിയുടെ ഡിക്കിക്കുള്ളിലാണ് അയാളുടെ മൃതദേഹം കാണപ്പെട്ടതും. എങ്കിലും തൽക്കാലം ചോട്ടുവിനെ ഞാൻ 2 കള്ളങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സ്വന്തം പെൺകുട്ടിയെ നഷ്ടമായെങ്കിലും ആ നഷ്ടം ഒരു വലിയ നഷ്ടം തന്നെയാണ്. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. നിങ്ങളുടെ മുന്നിൽ ഒരു ത്ലാസുണ്ട്, അവളുടെ മുന്നിൽ ഒരു ത്ലാസുണ്ട്. അതിൻ്റെ ഒരു തട്ടിൽ നിങ്ങളും മറുതട്ടിൽ അവളുടെ ഏട്ടനുമാണ്. നിങ്ങളിരിക്കുന്ന തട്ടിനായിരുന്നു ഭാരം കൂടുതലെങ്കിൽ അവൾ നിങ്ങളോടൊപ്പം നിന്നേനെ. ഏട്ടനെ വിട്ടിട്ട് നിങ്ങളോടൊപ്പം ഓടിപ്പോന്നേനെ. എന്നാൽ അവൾ നിങ്ങളുടെ അടുത്തു നിന്നും സ്വന്തം ഏട്ടൻ്റെ അടുത്തേക്കാണ് ഓടിപ്പോയത്. ഏട്ടൻ രക്ഷപ്പെടുകയാണ് അവളുടെ ആവശ്യം. അവളുടെ ഏട്ടനെ രക്ഷിക്കാൻ നിങ്ങൾ കുറ്റമേറ്റിരുന്നെങ്കിൽ അവൾക്ക് നിങ്ങളോട് നന്ദി തോന്നിയേനെ. എന്നാൽ ചോട്ടുവിന് ഗോവിന്ദപിള്ളയോട് യോജിക്കാൻ കഴിഞ്ഞില്ല. ഏട്ടനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ കുറ്റം ഇറക്കണമെന്നൊന്നും അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ എനിക്ക് കാമുകി ഇല്ലെന്ന് പറഞ്ഞത് അവളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. സ്വരക്ഷയ്ക്ക് വേണ്ടിയായാലും ഞാൻ അവളെ തള്ളിപ്പറഞ്ഞത്. നിങ്ങളോട് അവൾക്ക് സന്തോഷമുണ്ട്, നിങ്ങളോട് അവൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷയായിരിക്കും അവളുടെ സന്തോഷം. നിങ്ങളെ രക്ഷപ്പെടുത്താനായി അവൾ എന്ത് ത്യാഗത്തിനും തയ്യാറാവും. എന്നാൽ അമ്മു എന്ന പെൺകുട്ടികൾ നിങ്ങളുടെ രക്ഷ പ്രശ്നമല്ല. അതുകൊണ്ടാണ് അവൾ നിങ്ങളോട് പിണങ്ങിയത്. മിക്കവാറും എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ തന്നെയാണ്. ഭർത്താവിനെയോ ഭർത്താവാകാൻ പോകുന്നവനേക്കാൾ അവർക്ക് വലുത് സ്വന്തം കുടുംബാംഗങ്ങളായിരിക്കും. പെൺകുട്ടികൾ കുടുംബസ്നേഹികളാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ചോട്ടു നിശബ്ദനായി മുഖം കുനിച്ചിരുന്നു. ചോട്ടുവിൻ്റെ അവസ്ഥയിൽ ഗോവിന്ദപിള്ളയ്ക്ക് തമാശയാണ് തോന്നിയത്. ഈ അമ്മു എന്ന പെൺകുട്ടി കൊള്ളാം എന്ന് വെച്ച് അവൾ ലോകൈക സുന്ദരിയൊന്നും അല്ലല്ലോ. അവളെപ്പോലൊരു കുട്ടിയെ താങ്കൾക്ക് വേറെ കിട്ടില്ലേ? അവളെ പോലൊരു പെൺകുട്ടിയെ വേറെ കിട്ടിയേക്കാം. പക്ഷേ എനിക്ക് ആവശ്യം അവളെ തന്നെയാണ്.
എന്നെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പകരം വേറൊരു പെൺകുട്ടിയില്ല. തിരിച്ചു കിട്ടാത്ത സ്നേഹം ദുഃഖമാണനിയ. ഗോവിന്ദപിള്ള ചിരിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ആ സ്നേഹം വേണ്ടെന്ന് വയ്ക്കാൻ. ഒരു നിമിഷം കഴിഞ്ഞാണ് ചോട്ടു വാചകം പൂർത്തിയാക്കിയത്. എനിക്ക് വയ്യ. ഈ കേസിൽ നിന്ന് ഊരിപ്പോരുകയാണോ അതോ നിങ്ങളെ സ്നേഹിക്കാത്ത ഒരു പെണ്ണിന് വേണ്ടി കൊലക്കയറിൽ ഏറുകയാണോ നിങ്ങളുടെ ലക്ഷ്യം? രണ്ടാമത്തേതാണെങ്കിൽ എന്നെപ്പോലൊരു വക്കീലിനെ വിലക്കെടുക്കേണ്ട ആവശ്യം തീരെയില്ല. ഗോവിന്ദപിള്ളയുടെ മുഖം ഗൗരവപൂർണ്ണമായിരുന്നു. അല്പനേരം ആലോചിച്ചിരുന്നിട്ട് ചോട്ടു എഴുന്നേറ്റു. അടുത്ത വിചാരണ ദിവസം ചോട്ടുവിനെ നോക്കുന്ന ഒരു സംഭവമുണ്ടായി. അമ്മുവും നന്ദിതയും സാക്ഷിക്കൂട്ടിയിൽ എത്തിയത് അന്നായിരുന്നു. എൻ്റെ ചേട്ടൻ നിരപരാധിയാണ്. ഒരിക്കലും അദ്ദേഹം ഒരു കൊലക്കാരനാവില്ല. ഒരു ഉറുമ്പിനെ പോലും നിയോഗിക്കാൻ കഴിയാത്ത സാധു ഹൃദയനാണ് എൻ്റെ ഏട്ടൻ. അമ്മു ഏട്ടനു വേണ്ടി വാദിച്ചു. അഡ്വക്കേറ്റ് ഗോവിന്ദപിള്ള അർത്ഥഗർഭമായി ചോട്ടുവിനെ നോക്കി. ചോട്ടു ഒന്നും അറിയാത്ത മട്ടിലിരുന്നു. നിങ്ങളുടെ ഏട്ടനും കൊല്ലപ്പെട്ട ശ്യാംസുന്ദറുമായുള്ള ബന്ധം എങ്ങനെയായിരുന്നു? വാദിഭാവം വക്കീൽ അവളെ വിസ്തരിച്ചു. ഏട്ടൻ അത്തരത്തിലുള്ള ചീത്ത ആളുകളുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ശ്യാംസുന്ദർ ചീത്ത ആളാണെന്ന് എങ്ങനെ മനസ്സിലായി? അമ്മു ഒന്ന് പതറി. എങ്കിലും അടുത്ത നിമിഷം തന്നെ അവൾ മറുപടി നൽകി. അയാൾ കൊല്ലപ്പെട്ട ശേഷമുള്ള വാർത്തകളിൽ നിന്നും. അല്ലാതെ ശ്യാംസുന്ദറിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല? ഇല്ല. ശ്യാംസുന്ദർ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നില്ലേ? എൻ്റെ അറിവിലില്ല. ഗോവിന്ദപിള്ളയുടെ കണ്ണുകൾ വീണ്ടും ചോട്ടുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. ഏട്ടനു വേണ്ടി അമ്മു കള്ളങ്ങൾ പറയുന്നത് കേട്ട് ചോട്ടു വിസ്മയത്തോടെ കേട്ടിരിക്കുകയായിരുന്നു. അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യം പറഞ്ഞു കൊടുത്തതായിരിക്കാം. എങ്കിലും കള്ളം പറയുന്നതിൻ്റേതായ യാതൊരു പതർച്ചയും അവൾക്കില്ല. സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ഇതുപോലെ ചില നിസ്സാര കള്ളങ്ങൾ പറഞ്ഞതിനാണ് അവൾ തന്നോട് പിണങ്ങിയത്. എന്നാൽ തനിക്ക് അവളോട് പിണക്കമില്ല. ഒരിക്കലും അതിന് കഴിയുകയുമില്ല. ശ്യാംസുന്ദറും നിങ്ങളുടെ സഹോദരനുമായി നിങ്ങളുടെ പേരിൽ പല സ്ഥലത്തു വെച്ചും വഴക്കു കൂടിയിട്ടുള്ളതായി കേൾക്കുന്നു. അതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? ആളുകൾക്ക് എന്ത് അപവാദവും പറയാമല്ലോ, വിശേഷിച്ചും ശത്രുക്കൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെന്നിപ്പോൾ മനസ്സിലായി. ഇപ്പോൾ മാത്രമാണ് മനസ്സിലായത്? അതെ. ആരാണ് ശത്രുക്കൾ? ഞങ്ങളെപ്പറ്റി അപവാദങ്ങൾ സൃഷ്ടിച്ചവർ തന്നെ. അതാരാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ കേൾക്കെ ഞങ്ങളെപ്പറ്റി ആരും മോശമായി പറഞ്ഞിട്ടില്ല. കൂസലെന്നെയാണ് അമ്മു മറുപടി നൽകുന്നത്. മിടുക്കിയായ പെൺകുട്ടി എന്ന ശ്രോതാക്കൾക്ക് തോന്നും വിധം. ചോട്ടുവെന്ന ദിനേശനും നിങ്ങളുമായുള്ള ബന്ധം. അമ്മു സ്തബ്ധനായി. അവൾ തളർന്നു, കിതച്ചു. ചോട്ടുവിന് സന്തോഷമായി. തൻ്റെ പേര് അമ്മുവിനെ ദുർബലയാക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ഗോവിന്ദപിള്ളയുടെ ചുണ്ടിൽ ചിരിയൂറി. എൻ്റെ ഏട്ടൻ്റെ സുഹൃത്താണ്. ഏട്ടൻ്റെ പണമിടപാട് സ്ഥാപനത്തിലെ പാർട്ണറുമാണ്. ഒടുവിൽ അമ്മു പറഞ്ഞു. അത്രമാത്രമോ എന്ന് അവരിൽ ആരോടെങ്കിലും ചോദിക്കുകയേ തരമുള്ളൂ. മുഖം വെട്ടിത്തിരിച്ചുകൊണ്ടായിരുന്നു അവളുടെ മറുപടി. നിങ്ങളും ചോട്ടു എന്ന ദിനേശൻ തമ്മിലുള്ള വിവാഹം വീട്ടുകാർ തീരുമാനിച്ചുറച്ചിരുന്നതായി കേൾക്കുന്നു. ശരിയോ? അമ്മുവിൻ്റെ മുഖം കുനിഞ്ഞു. ചോട്ടുവിൻ്റെ ഹൃദയമിടിപ്പിന് വേഗം വർദ്ധിച്ചു. അമ്മു എന്താവും മറുപടി പറയുക? കഴിഞ്ഞ തവണ കോടതിയിൽ താൻ അവളെ നിഷേധിച്ചതാണ്. വാശിയോടെ അവൾക്ക് തന്നെയും നിഷേധിക്കാം. അമ്മു സാവധാനം മുഖം ഉയർത്തി. ഈ ചോദ്യത്തിനുള്ള മറുപടി ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണോ? ആണെങ്കിൽ ഞാനും ചോട്ടു എന്ന ദിനേശുമായുള്ള വിവാഹം വീട്ടുകാർ തമ്മിൽ തീരുമാനിച്ചുവെന്നല്ലേ കേട്ടത്? എന്തു ചെയ്യാം, ഞാൻ അങ്ങനെയൊരു വാർത്ത കേട്ടിട്ടില്ല. ചോട്ടു എന്ന ദിനേശും അങ്ങനെയൊരു വാർത്ത കേട്ടിട്ടില്ലെന്ന് കഴിഞ്ഞ തവണ അദ്ദേഹത്തെ വിസ്തരിച്ചപ്പോൾ ബോധ്യമായിരിക്കുമല്ലോ. ഒരു ചോദ്യം കൂടി. നിങ്ങളുടെ സഹോദരൻ നിരപരാധിയാണെന്നാണല്ലോ തുടക്കത്തിലേ പറഞ്ഞത്. എന്നാൽ ചോട്ടു എന്ന ദിനേശിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത്? അമ്മു വീണ്ടും വിഷമത്തിലായി. ചോട്ടു അമ്മുവിൻ്റെ മുഖത്തേക്ക് ഉത്കണ്ഠയോടെ നോക്കി. എൻ്റെ ഏട്ടൻ നിരപരാധിയാണെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. അങ്ങനെ പറഞ്ഞിട്ട് അമ്മു മുഖം കുനിച്ചു നിന്നു. ഗോവിന്ദപിള്ള തന്ത്രപൂർവ്വം ചോട്ടുവിൻ്റെ അരികിലെത്തി. പിന്നെ കാതിൽ പറഞ്ഞു. കേൾക്കൂ, അവൾക്ക് അവളുടെ ഏട്ടനെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. ഏട്ടൻ രക്ഷപ്പെടുന്നതിനപ്പുറം അവൾക്ക് മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ലതാനും. ചോട്ടു മറുപടി പറഞ്ഞില്ല. അവൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് സാക്ഷിക്കൂട്ടിലെത്തിയത് നന്ദിതയാണ്. ഗിരിയേട്ടന് ഒരിക്കലും കൊലപാതകയാവാൻ കഴിയില്ല. കൊല്ലുമെന്ന് പറഞ്ഞേക്കാം, പക്ഷെ കൊല്ലാൻ അദ്ദേഹത്തിനാവില്ല. ആരെയെങ്കിലും കൊല്ലുമെന്ന് ഗിരിധർ പറഞ്ഞിരുന്നോ? ഉവല്ലോ. തമാശയ്ക്ക് വഴക്കിടുമ്പോൾ എന്നെ കൊന്ന് കുഴിച്ചു മൂടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനർത്ഥം സ്നേഹിച്ചു കൊല്ലുമെന്നാണ്, സ്നേഹം കൊണ്ട് മൂടുമെന്നാണ്. ഗിരിധറും കൊല്ലപ്പെട്ട ശ്യാംസുന്ദറുമായി നിങ്ങളുടെ വീട്ടിൽ വെച്ച് വഴക്കിട്ടുവെന്നത് നേരോ? ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. വീണ്ടും ഗോവിന്ദപിള്ള ചോട്ടുവിൻ്റെ അതിനരികിലെത്തി. കേൾക്കൂ, അങ്ങനെയാണ് സ്നേഹമുള്ള പെൺകുട്ടികൾ. ചോട്ടുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവന് വല്ലാത്ത വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. നന്ദിത സാക്ഷിക്കൂട്ടിൽ നിന്നും താഴെ ഇറങ്ങി അമ്മുവിൻ്റെ അരികിലെത്തിയതും ചോട്ടു അവരെ സമീപിച്ചു. അഭിനന്ദനം നന്ദിത, ഇങ്ങനെ വേണം സ്നേഹമുള്ള പെൺകുട്ടികൾ. പറഞ്ഞതും അവൻ കത്തുന്ന കണ്ണുകളോടെ അമ്മുവിനെ നോക്കി. അമ്മു മുഖം കുനിച്ച് നിൽക്കുകയാണ്. കണ്ണുകൾ പെയ്യാൻ വെമ്പുന്നു. ഇപ്പോൾ താൻ പൊട്ടിക്കരഞ്ഞു പോകുമെന്ന് അവൾക്ക് തോന്നി. നന്ദിതയാണെങ്കിൽ എന്തു പറയണം, എങ്ങനെ പെരുമാറണം എന്നറിയാൻ വയ്യാത്ത അവസ്ഥയും.
നന്ദിതയുടെ അച്ഛൻ ഗിരിക്കെതിരെയാണ് ചിന്തിക്കുന്നതെന്നറിയാം. എന്നിട്ടും നന്ദിത ധൈര്യം കാട്ടി അച്ഛനെ നിഷേധിച്ചുകൊണ്ട് ചോട്ടു പറഞ്ഞു. ഗിരി ഭാഗ്യവാനാണ്. ചോട്ടുവിൻ്റെ കണ്ഠം ഇടറി. എൻ്റെ ചോട്ടുവേട്ടൻ നിരപരാധിയാണെന്ന് പറയാൻ എനിക്കൊരു പെൺകുട്ടിയില്ലാതെ പോയി. പെട്ടെന്ന് ചോട്ടു തിരിഞ്ഞു നടന്നു. അമ്മ മുഖമുയർത്തി. ചോട്ടുവേട്ടൻ അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്ന് പറഞ്ഞ ശേഷമാണ് അവൾ ഇല്ലാതെയായത് പറയാൻ അമ്മു ആഗ്രഹിച്ചു. ചോട്ടു സ്ഥലം വിട്ടു കഴിഞ്ഞിരുന്നു. പിന്നീട് വിസ്തരിച്ചത് നന്ദിതയുടെ അച്ഛൻ പ്രൊഫസർ ബാലൻമേനോനെയാണ്. ഗിരിധർ എൻ്റെ കുടുംബസുഹൃത്താണ്. പരേതനായ ഒരു സുഹൃത്തിൻ്റെ മകനുമാണ്. എൻ്റെ മകളെ ഞാൻ ഗിരിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നതും നേര്. എന്നാൽ എൻ്റെ മകൻ ചെയ്തതുപോലെ ഗിരിയെ സഹായിക്കാനായി നുണ പറയാനും കോടതിയെ വഞ്ചിക്കാനും ഞാൻ തയ്യാറല്ല. കോടതിയിൽ നടുക്കം ഇരുപക്ഷത്തും. ഗിരിധരൻ കൊല്ലപ്പെട്ട ശ്യാംസുന്ദറുമായി എൻ്റെ വീട്ടുമുറ്റത്ത് വെച്ച് ഒരിക്കൽ വഴക്കിട്ടതിന് ഞാൻ സാക്ഷിയാണ്. ശ്യാംസുന്ദറിൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചുകൊണ്ട് നീ ഇനി ജീവിക്കേണ്ട എന്നലർന്ന ദൃശ്യം ഇപ്പോഴും എൻ്റെ കണ്ണുകളിലുണ്ട്. കോടതി മുറിയിൽ സൂചി വീണാൽ അറിയുന്ന നിശബ്ദത. ഗിരിധർ കൊലപാതകിയാണെന്ന് ഞാൻ പറയില്ല. എന്നാൽ അയാൾക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ലെന്ന് വാദിക്കാനും ഞാൻ ആളല്ല. ബാലൻമേനോൻ്റെ മൊഴി കേസിൽ ഏറെ നിർണായകമായിരുന്നു. കോടതി പിരിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഒപ്പം കാറിൽ കയറാതെ നന്ദിത ഗിരിധറിൻ്റെ പിറകെ ഓടിച്ചെന്നു. ഗിരിയേട്ട, എൻ്റെ അച്ഛനോട് പുറത്തിട്ട് എന്നെ സ്വീകരിക്കൂ. ഞാനിനി എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല. ഗിരിധർ കത്തുന്ന മുഖത്തോടെ തിരിഞ്ഞു നിന്നു. നോ, പ്രൊഫസർ ബാലൻമേനോൻ്റെ മകളെ എനിക്ക് വേണ്ട. ഞാൻ കൊലക്കയറിൽ കുരുങ്ങേണ്ടി വന്നാൽ അതിന് കാരണം നീയാണ്, നിന്നെ സ്നേഹിച്ചത് കാരണം. പറഞ്ഞതും ഗിരി വെട്ടിത്തിരിഞ്ഞ് നടന്നു. കണ്ണിൽ ഇരുട്ട് കയറുന്നതായി നന്ദിതയ്ക്ക് തോന്നി. ലോകം അവസാനിക്കുന്നതായും. തളർച്ചയാൽ താഴേക്ക് വീഴാൻ തുടങ്ങി. പക്ഷേ കോടതി മുറ്റമാണ്, ആളുകൾ ശ്രദ്ധിക്കും. പോരെങ്കിൽ താനും ഗിരിയേട്ടനുമെല്ലാം ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു കേസിൻ്റെ ഭാഗങ്ങളുമാണ്. നന്ദിത പിടിച്ചു നിന്നു. പൊട്ടിപ്പുറത്ത് ചാടാനൊരുങ്ങിയ സങ്കടം കടിച്ചമർത്തി. ചുമലിലൊരു സ്പർശം. വരൂ പോകാം. അച്ഛൻ്റെ ശബ്ദം. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ആ കൈ തട്ടിയെറിയാൻ നന്ദിത ആഗ്രഹിച്ചു. പക്ഷെ പരിസരം അനുകൂലമല്ല. ഗിരിയേട്ടനെതിരായി അച്ഛൻ കോടതിയിൽ സാക്ഷി പറഞ്ഞു. അരുതേ എന്ന് ആ കാലു പിടിച്ച് കരഞ്ഞിട്ടും. അച്ഛന് സത്യമാണത്രേ വലുത്. ആരെ രക്ഷിക്കാൻ വേണ്ടിയായാലും കള്ളസാക്ഷി പറയാൻ വയ്യത്രേ. സത്യം അതായിരിക്കില്ല. ഗിരിയേട്ടനാണ് അത് ചെയ്തതെന്ന് അച്ഛൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഗിരിയേട്ടൻ ഈ കേസിൽ നിന്നും ഊരിപ്പോരില്ല എന്ന ഉറപ്പുകൊണ്ടുമാവാം. ഏതായാലും ഗിരിയേട്ടനെ തന്നിൽ നിന്നും തള്ളി മാറ്റണം. അച്ഛന് അത് സാധിച്ചിരിക്കുന്നു. അച്ഛനറിയില്ല സ്വന്തം മകളുടെ ജീവിതം നശിപ്പിക്കുകയാണ് താൻ ചെയ്തതെന്ന്. തൻ്റെ സ്വപ്നങ്ങൾ കുരുതി കഴിക്കുകയാണ് ചെയ്തതെന്ന്. ക്രമേണ താൻ ഗിരിയേട്ടനിൽ നിന്നും തിരിച്ചു വരുമെന്നാവും അച്ഛൻ്റെ പ്രതീക്ഷ. ഇല്ല, തൻ്റെ മുന്നിൽ ഇനി ഒന്നും ഇല്ല. ഗിരിയേട്ടനില്ലെങ്കിൽ നന്ദിതയില്ല. ഗിരിയേട്ടൻ യഥാർത്ഥത്തിൽ ഒരു കൊലപാതകിയാണെങ്കിൽ പോലും അദ്ദേഹത്തെ രക്ഷിക്കാൻ കടപ്പെട്ട ആളാണ് അച്ഛൻ. തങ്ങളുടെ വിവാഹം നടന്നില്ല എന്നേയുള്ളൂ. മനസ്സുകൊണ്ട് ഗിരിയേട്ടൻ എന്നേ എൻ്റെ ഭർത്താവായി കഴിഞ്ഞു. അച്ഛനത് ഊഹിക്കാൻ കഴിയും. ഈയിടെ പലവട്ടം താൻ തന്നെ അക്കാര്യം അച്ഛനോട് തുറന്നു പറഞ്ഞതുമാണ്. എന്നിട്ടും ഗിരിയേട്ടന് താനുമായി ഉണ്ടായിരുന്നത് ഒരു പ്രേമബന്ധമായിരുന്നുവെന്ന് പറയാൻ വയ്യ. വിവാഹം തീരുമാനിച്ച ശേഷമാണ് മനസ്സുകളെടുത്തത്. എങ്കിലും ഒന്നിച്ച് ഒരിടത്തും പോയിട്ടില്ല. ഒരു സിനിമയ്ക്ക് പോലും ഗിരിയേട്ടൻ ക്ഷണിച്ചിട്ടില്ല. അച്ഛൻ്റെയോ അമ്മുവിൻ്റെയോ സാന്നിധ്യത്തിലല്ലാതെ തങ്ങൾ തമ്മിൽ ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ല. കത്തെഴുതിയിട്ടില്ല. അതിൻ്റെ ആവശ്യവും തോന്നിയിട്ടില്ല. ഗിരിയേട്ടനോടൊപ്പം ലഭിച്ച നിമിഷങ്ങൾ പക്ഷെ ഒരു കാലത്തും മറക്കത്തക്കതല്ല. മറക്കുകയുമില്ല. നന്ദിത, നിന്നോടാണ് പറഞ്ഞത് പോകാമെന്ന്. ബാലൻമേനോൻ മകളുടെ കയ്യിൽ പിടിച്ചു. കാറിനടുത്തേക്ക് നടന്നു. നന്ദിതയ്ക്ക് പിറകെ നീങ്ങുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് മേനോൻ മകളോട് ചോദിച്ചു, എന്തിനാ നീ ഇങ്ങനെ തകർന്നതുപോലെ ഇരിക്കുന്നത്? നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പ്രൊഫസർ ബാലൻമേനോൻ്റെ മകളെ വേണ്ട എന്ന് അവൻ പറഞ്ഞതോടെ നീ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇനി നീയോ ഞാനോ അവനെ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് നന്ദിത ഇരു കൈത്തലങ്ങളും കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചു. അതോടെ മേനോൻ നിശബ്ദനായി. വീട്ടിലെത്തിയോടെ സ്വന്തം കിടക്കയിൽ ചെന്ന് കമിഴ്ന്ന് വീണു നന്ദിത. വളരെ സമയത്തിന് ശേഷം ബാലൻമേനോൻ ചെന്ന് ബലമായി പിടിച്ചെഴുന്നേൽപ്പിക്കും വരെ അതേ കിടപ്പ് കിടന്നു. നന്ദിത, നിന്റെ ആരും മരിച്ചു പോയിട്ടില്ല ഇങ്ങനെ മരവിച്ച് നിൽക്കാൻ. ബാലൻമേനോൻ ഓർപ്പിച്ചു. ഉവ്വ്, മരിച്ചുപോയി. എൻ്റെ സർവ്വ പ്രതീക്ഷകളും മരിച്ചു. സർവ്വ ആശകളും നശിച്ചു. ഞാൻ തന്നെ ഇല്ലാതായി. ഇതൊക്കെ വെറും താൽക്കാലികമായ തോന്നലുകളാണ് മോളെ. അല്ലച്ച, അച്ഛനെന്നെ മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടാണ്. ഞാൻ കോടതിയിൽ സത്യമേ പറഞ്ഞിട്ടുള്ളൂ. നിനക്കത് അറിയാമല്ലോ. ആ സത്യം ഗിരിയേട്ടന് ദോഷകരമാണെന്ന് അച്ഛനും അറിയാമല്ലോ. ആർക്ക് ദോഷം ചെയ്താലും സത്യം സത്യമാണ്. അച്ഛന് മറ്റൊരു ഹരിശ്ചന്ദ്രനാവാനാവും മോഹം. ഹരിശ്ചന്ദ്രനാവാൻ അങ്ങനെ എല്ലാവർക്കും കഴിയില്ലല്ലോ മോളെ. കരിങ്കല്ല് പോലുള്ള ഹൃദയമുള്ളവർക്കേ അത് കഴിയൂ. അത്ര ദുഷ്ടന്മാർക്ക്. അച്ഛൻ ദുഷ്ടനാണെന്നാണ് മോൾ പറഞ്ഞു വരുന്നത്. നന്ദിത മിണ്ടിയില്ല. സത്യം എന്നായാലും ജയിക്കുമെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ.
അപ്പോൾ അച്ഛൻ മാത്രമേ ഉണ്ടാവൂ. അങ്ങനെ നീ എന്നെ കളിയാക്കണ്ട. ഒരുപക്ഷെ അച്ഛൻ അന്ന് ഉണ്ടായില്ലെന്നും വരാം മോളെ. മേനോൻ വേദനയോടെ മന്ദഹസിച്ചു. 2 അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്നവനാ ഞാൻ. ഇക്കാര്യം പറഞ്ഞാണ് അച്ഛൻ എന്നെ ഇതുവരെ പിടിച്ചു നിർത്തി. ഇനിയൊരു അറ്റാക്ക് ഉണ്ടാവുന്നത് കാണാൻ ഞാൻ കാത്തു നിൽക്കുന്നില്ല. നീ പിന്നെ ഞാൻ എവിടേക്കെങ്കിലും പോവുകയാണ്. ഇനി എനിക്ക് ജീവിക്കണ്ട. എൻ്റെ ഗിരിയേട്ടനെ കൊലക്കയറിൽ കുരുക്കാൻ അച്ഛൻ സാക്ഷി പറഞ്ഞു. എൻ്റെ അച്ഛൻ. അതാ നിനക്കൊരു നല്ല ചെറുപ്പക്കാരൻ എന്ന് ഗിരിയേട്ടനെ എനിക്ക് ചൂണ്ടിക്കാട്ടി തന്ന അതേ അച്ഛൻ. അന്ന് എനിക്കവൻ നല്ല ചെറുപ്പക്കാരനായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഗിരിയേട്ടൻ ഇന്നും നല്ല ചെറുപ്പക്കാരനാണ്. എൻ്റെ ദൈവമാണ്, എൻ്റെ സർവസ്വമാണ്. പക്ഷേ അവന് നിന്നെ വേണ്ടാതായല്ലോ. അത് ഞാൻ പ്രൊഫസർ ബാലൻമേനോൻ്റെ മകളായതുകൊണ്ടാണ്. ബാലൻമേനോനിൽ വല്ലാത്തൊരു നടുക്കമുണ്ടായി. എൻ്റെ ഒരേ ഒരു മകളാണ് നീ. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിന്നെ വളർത്തി നല്ലൊരു സ്ഥാനത്ത് എത്തിക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ജീവിത ലക്ഷ്യം. എന്നിട്ടും പ്രൊഫസർ ബാലൻമേനോൻ്റെ മകളായതിൽ നീ ഖേദിക്കുന്നു. നന്ദിതയെ ആ വാക്കുകൾ സ്പർശിച്ചതേയില്ല. നീ ഖേദിച്ചോളൂ. എൻ്റെ മരണം വരെയല്ലേ അതുണ്ടാവൂ. ഞാൻ മരിക്കുന്നതോടെ നിനക്ക് സ്വതന്ത്രയാവാമല്ലോ. എന്നാൽ ഇപ്പോഴും എൻ്റെ ലക്ഷ്യത്തിന് മാറ്റമില്ല. ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിന്നെ എനിക്ക് ഏതെങ്കിലും സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കണം. അതായത് നീ വിചാരിച്ചത് തന്നെ. നിൻ്റെ വിവാഹം കാര്യമായി ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനെ കിട്ടണം, അത്രയേ വേണ്ടൂ. കൊള്ളാവുന്ന ചെറുപ്പക്കാരനെ കിട്ടിയാലും അച്ഛൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല, തീർച്ച. എൻ്റെ ആഗ്രഹം സാധിക്കാതെ ഞാൻ മരിച്ചാൽ എൻ്റെ അച്ഛൻ്റെ ആ ദുരാഗ്രഹം നടന്നില്ലല്ലോ എന്ന് ഞാൻ സമാധാനിക്കും. മേനോൻ്റെ മുഖം ദയനീയമായി. അപ്പോഴും അദ്ദേഹം ശ്രമം ഉപേക്ഷിച്ചില്ല. ഞാൻ മരിച്ചു പോയാൽ പിന്നെ നീ ഈ ഭൂമിയിൽ തനിച്ചായി പോയില്ലേ മോളെ? എന്നെ തനിച്ചാക്കാൻ വേണ്ടിയാണല്ലോ അച്ഛൻ ഗിരിയേട്ടനെതിരെ കോടതിയിൽ സാക്ഷി പറഞ്ഞത്. അല്ല മോളെ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഗിരി ഈ കേസിൽ നിന്ന് ഊരിപ്പോരാൻ പോകുന്നില്ല. സത്യത്തിൽ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് അച്ഛൻ കോടതിയിൽ. ഇല്ലച്ചാ, ഗിരിയേട്ടനെ ജയിലിലടച്ചിട്ട് തൂക്കുമരത്തിലേറ്റിയിട്ട് എനിക്ക് രക്ഷപ്പെടണ്ട. അവൻ തന്നെയാണ് യഥാർത്ഥത്തിൽ അത് ചെയ്തതെങ്കിൽ അതെ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഗിരിയേട്ടനെ ദ്രോഹിച്ചിട്ട് എന്നെ മറ്റൊരാളുടെ ചുമലിൽ കെട്ടിവെക്കാൻ ഒരുങ്ങുന്ന അച്ഛൻ്റെ ഈ വീട് വിട്ട് ഞാൻ പോവുകയാണ്. തീർച്ച. ഗിരിയോടുള്ള നിൻ്റെ ആത്മാർത്ഥതയെ ഞാൻ മാനിക്കുന്നു മോളെ. പെട്ടെന്ന് ബാലൻമേനോൻ തൻ്റെ വലത് കൈത്തലം നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. പക്ഷേ 20 വർഷത്തെ എൻ്റെ യജ്ഞം വിഫലമായി. പ്രയത്നം വൃഥാവിലായി. എൻ്റെ സർവ്വസങ്കല്പവും തകർന്ന തരിപ്പണമായി. അതെനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. ആ സ്വര ഇടറി കിർന്നപ്പോടെ മേനോൻ തിരിഞ്ഞു പുറത്തേക്ക് നടന്നു. നന്ദിതയ്ക്ക് തെല്ലും അലിവ് തോന്നിയില്ല. അച്ഛൻ്റെ പക്ഷം ക്രൂരമാണ്. പക്ഷേ അവിടെ സത്യവും ന്യായവും യുക്തിയുമുണ്ടാവാം. ആ ക്രൂരതയോട് പൊറുക്കാൻ തനിക്കാവില്ല. ഇല്ല, ഗിരിയേട്ടൻ കൊലക്കയറിൻ്റെ ഭീഷണിയിൽ നിൽക്കുമ്പോൾ ക്രൂരനായ അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടി താൻ മംഗല്യമാല അണിയാൻ തയ്യാറല്ല. നന്ദിത ഒരു ഭാഗമെടുത്ത് അത്യാവശ്യം കുറേ വസ്ത്രങ്ങൾ അതിനുള്ളിൽ കുത്തി നിറച്ചു. കുറച്ചു പണമെടുത്ത് പേഴ്സിലാക്കി അതും ബാഗിൽ നിക്ഷേപിച്ചു. വേഷം പോലും മാറാതെ ഭാഗം ചുമലിൽ തൂക്കി പുറത്തേക്ക് നടന്നു. ഹാളിൽ അച്ഛനെ കാണാനില്ല. മനക്ഷോഭം ഉണ്ടാക്കിയ ക്ഷീണം കാരണം അകത്തുപോയി കിടക്കുന്നുണ്ടാവും. അവൾ ധൃതിയിൽ വീടിന് പുറത്ത് കടന്നു. ഒരു ഓട്ടോറിക്ഷയിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. എവിടേക്ക് പോകണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അമ്മുവിൻ്റെ വീട്ടിലേക്ക് പോയാലോ എന്നാണ് ആദ്യം ആലോചിച്ചത്. തന്നെ കാണാതായാൽ അച്ഛൻ ആദ്യം അന്വേഷിക്കുക ഗിരിയേട്ടൻ്റെയും അമ്മുവിൻ്റെയും വീട്ടിലാണെന്ന് അറിയാമായിരുന്നതിനാൽ അവൾക്ക് മടി തോന്നി. താൻ അവിടെ ചെന്നാൽ അമ്മു തന്നെ സ്വീകരിക്കണമെന്നില്ലല്ലോ. അവളുടെ ഏട്ടനെതിരായി കോടതിയിൽ സാക്ഷി പറഞ്ഞ മനുഷ്യൻ്റെ മകളല്ലേ. ആ കാരണത്തിന് ഗിരിയേട്ടൻ തന്നെ തള്ളിപ്പറഞ്ഞതുമല്ലേ. ആ സ്ഥിതിക്ക് അമ്മുവിൻ്റെ പ്രതികരണം മുൻകൂട്ടി ഊഹിക്കാൻ കഴിയില്ല. നന്ദിത കുറേ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ട് ലേഡീസ് വെയിറ്റിംഗ് റൂമിൽ കയറിയിരുന്നു. ഏതോ ഒരു വണ്ടിക്കായി കുറേ ജനം പ്ലാറ്റ്ഫോമിൽ കാത്തിരിക്കുന്നുണ്ട്. വണ്ടി അരമണിക്കൂറിലധികം ലേറ്റാണ്. അങ്ങനെയിരിക്കെ വെയിറ്റിംഗ് റൂമിൻ്റെ വാതിൽക്കൽ ചോട്ടു പ്രത്യക്ഷനായി. നന്ദിത വിളറി. ചോട്ടു അരികിലെത്തി. ചോട്ടു എവിടേക്കാണ്? ഒന്നും സംഭവിക്കാത്ത മട്ടിൽ നന്ദിത ആരാഞ്ഞു. ഞാൻ നന്ദിതയെ തേടി ഇറങ്ങിയതാണ്. നന്ദിത വല്ലാതെ ഞെട്ടി. എന്നിട്ടും ചോദിച്ചു, എന്തേ? നന്ദിതയുടെ അച്ഛനെ ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. എപ്പോൾ? അരമണിക്കൂറായി കാണും. അവിടുത്തെ വേലക്കാരിയാണ് ഫോണിൽ എനിക്ക് വിവരം തന്നത്. അപ്പോൾ തന്നെ ഞാൻ നന്ദിതയെ തേടി ഇറങ്ങി. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലും പ്രൈവറ്റ് സ്റ്റാൻഡിലും തപ്പി. പിന്നെ ഇങ്ങോട്ട് പോന്നു. ഇത് വേറെ മറ്റൊരാളെ കൊണ്ട് ഗിരിയുടെ വീട്ടിലേക്കും വിളിച്ച് അന്വേഷിച്ചിരുന്നു. ഏതാശുപത്രിയിലാണ്? നന്ദിത കരയാൻ തുടങ്ങി. വാ. ചോട്ടു നടന്നു കഴിഞ്ഞു. ബാഗും തൂക്കി നന്ദിത പുറകെ ഓടി. ചോട്ടുവിൻ്റെ കാറിലാണ് അവർ ആശുപത്രിയിൽ എത്തിയത്. കോറിഡോറിലൂടെ ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ ഓടുകയായിരുന്നു. താൻ തൻ്റെ അച്ഛനെ കൊന്നുവോ? അതായിരുന്നു അവളുടെ ഭീതി. മുറിയിലെത്തുമ്പോൾ അച്ഛൻ കണ്ണു തുറന്നു കിടക്കുക. അരികിൽ വീട്ടിലെ പരിചാരകരുമുണ്ട്. നന്ദിത ഓടി അരികിലെത്തി. അച്ഛാ. അവൾ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു. അറ്റാക്കൊന്നുമല്ല മോളെ, നന്നേ തളർന്ന ശബ്ദത്തിൽ മേനോൻ പറഞ്ഞു. വെറും ആദിയ.
ചോട്ടുവാണ് എന്നെ ബലമായി ഇവിടെ കൊണ്ടുവന്നത്. അപ്പോഴേക്കും ചോട്ടും അരികിൽ എത്തിക്കഴിഞ്ഞു. മേനോൻ തിരിഞ്ഞ് ചോട്ടുവിനെ നോക്കി. സാരമില്ല, എൻ്റെ ഒരു പേടി മാത്രമാ ആ കണ്ട ഇടറി. ഞാൻ മരിച്ചുപോയാൽ എൻ്റെ മകൾ തനിച്ചാകുമല്ലോ എന്ന്. മേനോൻ ചോട്ടുവിൻ്റെ നേർക്ക് കൈ നീട്ടി. ചോട്ടു ആ കൈത്തലത്തിൽ തൊട്ടു. മേനോൻ ചോട്ടുവിൻ്റെ കയ്യിൽ പിടിച്ചു. എൻ്റെ മോളെ എനിക്ക് വിശ്വസിച്ചേൽപ്പിക്കാൻ എൻ്റെ മുന്നിൽ ഇപ്പോൾ ചോട്ടു മാത്രമേയുള്ളൂ. നന്ദിതയിലും ചോട്ടുവിലും ഒരേ നിമിഷം നടുക്കമുണ്ടായി. മേനോൻ അത് ശ്രദ്ധിക്കാതെ തുടർന്നു. ഗിരി എൻ്റെ മകളെ ഉപേക്ഷിച്ചു. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചോട്ടു ഇവളെ. മേനോൻ നെഞ്ചു പൊട്ടും പോലെ ഒരു കരച്ചിൽ. ചോട്ടുവും നന്ദിതയും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ അമ്മു. വല്ലാത്തൊരു നിമിഷം. പെട്ടെന്ന് അമ്മു തിരിഞ്ഞോടി. അതേ നിമിഷം തന്നെ മേനോനിൽ നിന്നും ശ്വാസം കിട്ടാതെന്നോണം ഒരു ഞരക്കവും പുറപ്പെട്ടു. നന്ദിതയും ചോട്ടുവും വീണ്ടും തിരിഞ്ഞു. മേനോൻ്റെ മിഴികൾ മുകളിലേക്ക് ഉയർന്നു മറിഞ്ഞു. ചുണ്ടുകൾ വിടർന്നു വിറച്ചു. അച്ഛാ! നന്ദിത അലറിക്കരഞ്ഞു. അവൾ ആ ശരീരത്തിലേക്ക് പതിക്കും മുമ്പേ അത് നിശ്ചലമായി കഴിഞ്ഞിരുന്നു. ഈ ഭൂമിയിലെ ഏറ്റവും ദൗർഭാഗ്യവതിയായ പെൺകുട്ടി താനാണെന്ന് അമ്മുവിന് തോന്നി. വിധി തന്നോട് അങ്ങേയറ്റം ക്രൂരമായി പെരുമാറിയിരിക്കുന്നു. ആകെയുള്ള ബന്ധുവായ ഏട്ടൻ പോലീസ് ലോക്കപ്പിൽ. ഏട്ടൻ തനിക്കായി തിരഞ്ഞെടുത്ത പുരുഷൻ അന്യതാളത്തിലാവുകയും ചെയ്തു. അന്യൻ മാത്രമല്ല, ശത്രുവും. ചോട്ടുവേട്ടനെ അവഗണിക്കാൻ ഏട്ടൻ തന്നെയാണ് ആവശ്യപ്പെട്ടത്. എങ്കിലും ഹൃദയത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ തനിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും അതിന് കഴിയുമെന്നും തോന്നുന്നില്ല. എന്നിട്ട് താൻ കണ്ട രംഗം, താൻ കേട്ട വാക്കുകൾ. നന്ദിതയുടെ അച്ഛൻ ചോട്ടുവേട്ടനെ ഏൽപ്പിക്കുകയായിരുന്നില്ലേ? ചോട്ടുവിന് അമ്മു എന്നൊരു പെണ്ണുണ്ടെന്ന കാര്യം അദ്ദേഹം മറന്നല്ലോ. ഗിരിയേട്ടനെ കോടതിക്ക് ഒറ്റിക്കൊടുത്തതിന് ഒപ്പം തന്നെയും ദ്രോഹിക്കാൻ ബാലമാമ തയ്യാറായല്ലോ. ബാലമാമ മാത്രമല്ല, നന്ദിയും, ചോട്ടുവേട്ടൻ പോലും. എന്നാലും ചോട്ടുവേട്ടൻ ബാലൻമാമയുടെ മുന്നിൽ വിധേയനെ പോലെ നിൽക്കുന്ന ചോട്ടുവേട്ടൻ. കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെടാൻ പോകുന്ന ഒരുവിൻ്റെ സഹോദരിയാണ് ഈ ചോട്ടുവേട്ടന് വേണ്ട. പകരം കുറച്ചുകൂടി ഉന്നതയായ മറ്റൊരുവളെ ലഭിച്ചല്ലോ. ചോട്ടുവേട്ടൻ്റെ അരികിൽ ഒരു നവോദയെപ്പോലെ നന്ദിത, തൻ്റെ നന്ദി, ഗിരിയേട്ടൻ്റെ പ്രിയപ്പെട്ട നന്ദി. ഇനിയും ബാലമാമയ്ക്ക് സമാധാനത്തോടെ മരിക്കാം. ഉപേക്ഷിക്കപ്പെട്ടത് താനാണ്. തനിക്കെല്ലാം നഷ്ടമായി. നന്ദിമോളുടെ അച്ഛന് സുഖമില്ലെന്ന് കേട്ട് അവിടേക്ക് പാഞ്ഞ കുട്ടി എന്തേ ഇത്ര വേഗം തിരിച്ചു പോന്നത്? പ്രൊഫസർ അദ്ദേഹത്തിന് എങ്ങനെയിരിക്കുന്നു? വീട്ടിൽ തിരിച്ചെത്തിയ അമ്മുവിനോട് വേലക്കാരി ഉമ്മിണിയമ്മ ചോദിച്ചു. അല്പം ഭേദമുണ്ട്. ഉമ്മിണിയമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് അമ്മു പറഞ്ഞത്. ഉമ്മിണിയമ്മ പക്ഷെ വിടാതെ അവളുടെ പിന്നാലെ കൂടി. പെട്ടെന്നിങ്ങനെ അറ്റാക്ക് ഉണ്ടാകാൻ എന്താണാവോ കാരണം? അച്ഛനും മോളുമായി തെറ്റിട്ടുണ്ടാവണം. എന്നാലും പ്രൊഫസർ അദ്ദേഹം നമ്മുടെ ഗിരിക്കുട്ടനെതിരായി സാക്ഷി പറയുമെന്ന് ആര് വിചാരിച്ചു? ദുഷ്ടൻ തന്നെ. കഷ്ടകാലം വരുമ്പോൾ ശത്രുപക്ഷത്ത് ചേരുന്ന ബന്ധുവിനെ ബന്ധുവായി കരുതാനേ പാടില്ല. അമ്മുവിന് അതൊന്നും കേൾക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാൽ ഉമ്മിണിയമ്മ സ്നേഹസമ്പന്നയായ പരിചാരികയാണ്. അവരോട് കയർക്കാനും വയ്യ. കോടതി മുറ്റത്ത് വെച്ച് ഗിരിക്കുട്ടൻ നന്ദിമോളോട് പറഞ്ഞ മറുപടി ഒന്നാന്തരമായി. ബാലൻമേനോൻ്റെ മോളെ വേണ്ടെന്ന്. ആണുങ്ങളായാൽ അത്രയുമെങ്കിലും തൻ്റെ ഇടം കാണിക്കണം. എനിക്ക് എന്തോ വല്ലാതെ തോന്നുന്നു ഉമ്മിണിയമ്മേ, എന്നെ അല്പം തനിച്ചു വിടൂ, അമ്മു അപേക്ഷിച്ചു. ഒരു നിമിഷം അമ്മുവിനെ സങ്കടത്തിൽ നോക്കി നിന്നിട്ട് ഉമ്മിണിയമ്മ സാവധാനം ഒഴിഞ്ഞുപോയി. അവർ പോയ ഉടൻ അമ്മു വാതിൽ അടച്ചുപൂട്ടി. ഇനിയും താൻ ജീവിക്കണോ? അവൾ ആലോചിച്ചു. വേണം. ഗിരിയേട്ടൻ്റെ കേസിൻ്റെ വിധിപ്രഖ്യാപനം ഉണ്ടാകുന്നത് വരെയെങ്കിലും പിടിച്ചു നിൽക്കണം. ഗിരിയേട്ടൻ്റെ തിരിച്ചുവരവിനെ കാത്തിരിക്കാൻ താൻ മാത്രമേയുള്ളൂ. താൻ കൂടി ഇല്ലാതിരുന്നാൽ ഗിരിയേട്ടൻ്റെ അവസ്ഥ ഭയങ്കരമായിരിക്കും. ചോട്ടു എന്ന ദിനേശൻ വിചാരിച്ചാൽ തന്നെ ആത്മഹത്യയിലേക്ക് വലിച്ചെറിയാൻ കഴിയില്ല. അമ്മുവിൻ്റെ മനസ്സിൽ ചോട്ടുവിനോടുള്ള വെറുപ്പും വൈരവും കത്തി ജ്വലിച്ചു. ആശുപത്രിയിൽ കണ്ട രംഗം വീണ്ടും അവളുടെ കണ്ണിൽ തെളിഞ്ഞു. ബാലൻമേനോൻ്റെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ സന്നദ്ധനെന്നോണമാണ് ചോട്ടു നിന്നിരുന്നത്. സ്നേഹശൂന്യൻ, ദുഷ്ടൻ. അയാൾ തന്നെയാവും ആ കൊലപാതകം ചെയ്തത്. എന്നിട്ട് ഗിരിയേട്ടൻ്റെ ശിരസിൽ ആ കുറ്റം ഏറ്റിവെച്ചു. അതിലൂടെ ഒരേ സമയത്ത് രണ്ട് നേട്ടമാണ് അയാൾക്കുണ്ടായത്. ശ്രീലക്ഷ്മി ഫൈനാൻസിയേഴ്സ് സ്വന്തമാക്കാം, ഒപ്പം ധനികയായ നന്ദിതയെയും. അതിനുവേണ്ടിയാണ് വേണുഗോപാല ക്ഷേത്രത്തിൽ കൊണ്ടുപോകാനായി ചാവി പൂജിക്കാനെന്ന് പറഞ്ഞ് ഗിരിയേട്ടൻ്റെ കാർ വാങ്ങിപ്പോയത്. ചതിയൻ. ഗിരിയേട്ടൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ ആ മൃതദേഹം പാക്ക് ചെയ്തു വെച്ചത് അയാൾ തന്നെയാവും. മറ്റാർക്കും അതിന് അവസരം ലഭിച്ചിട്ടുണ്ടാവില്ല. തങ്ങളുടെ വിഷൻ ടി വിയുടെ പാക്കറ്റിലാണ് അത് പാക്ക് ചെയ്തതും. ഫൈനാൻസിയേഴ്സിൻ്റെ സൗത്ത് ഓഫീസിലെ സ്റ്റോർ മുറിയിൽ ഗിരിയേട്ടൻ ഉപേക്ഷിച്ച ആ പാക്കറ്റ് ബുദ്ധിപൂർവ്വം അയാൾ എടുത്തുകൊണ്ട് പോയിരിക്കണം. ഭംഗിയായി ആസൂത്രണം ചെയ്തിട്ടാവും സംഗതി നടപ്പാക്കിയത്. അതെ, എല്ലാം വ്യക്തമാവുന്നു. പാവം ഗിരിയേട്ടന് പോലും ഇതൊന്നും ഊഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഗിരിയേട്ടനും ശ്യാംസുന്ദറും തമ്മിൽ വഴക്കിട്ടതും ചോട്ടുവെന്ന ദുഷ്ടൻ്റെ ചരടുവലിയുടെ ഫലമായിട്ടാവും തീർച്ച. എന്നാൽ ചോട്ടുവും ശ്യാംസുന്ദറുമായി നടന്ന ദ്വന്ദ്വയുദ്ധം പുറത്തറിയാതെ, കോടതി അറിയാതെ പൊതിഞ്ഞു വെക്കാനും കഴിഞ്ഞല്ലോ. എല്ലാം മനഃപൂർവ്വമാണ്. ഇന്ന് ആശുപത്രിയിൽ അരങ്ങേറിയ രംഗം പോലും മുൻകൂട്ടി തയ്യാർ ചെയ്തതാവും. പ്രൊഫസർ ബാലൻമേനോൻ ഗിരിയേട്ടനെതിരെ കോടതിയിൽ സാക്ഷി പറഞ്ഞതും ഇതിനു വേണ്ടിയാവും. സാധുവും മടിയനുമായ തൻ്റെ ചേട്ടനേക്കാൾ ബുദ്ധിരാക്ഷസനായ ചോട്ടുവിനെയാവും പ്രൊഫസർക്ക് ഇഷ്ടമായത്.
പരമശുദ്ധവനും നല്ലവനുമായല്ലേ ആർക്കും തോന്നൂ. തനിക്ക് പോലും ഇത്രയൊക്കെ ഊഹിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ മാത്രമാണല്ലോ. നന്ദിതയെ അയാൾക്ക് നേരത്തെ നോട്ടമുണ്ടായിരുന്നിരിക്കും. നന്ദിത നല്ല കുട്ടിയാണെന്ന് പലപ്പോഴും പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഗിരിയേട്ടനെ അഭിനന്ദിക്കാനെന്നോണം പറയുക. ഉള്ളിലിരിപ്പ് എന്താണെന്ന് ആരും മനസ്സിലാക്കിയില്ല. പ്രൊഫസർ ബാലൻമേനോൻ്റെ കണക്കറ്റ സ്വത്തിൻ്റെ അവകാശിയാണല്ലോ അവൾ. അത് കൈക്കലാക്കുകയാവും അയാളുടെ ലക്ഷ്യം. ആദ്യം മുതലേ അയാൾക്ക് ഗിരിയേട്ടനോട് അസൂയ തോന്നിയിരിക്കും. കോടതി മുറിയിൽ വെച്ച് അയാൾ അത് വ്യക്തമായി പ്രതിഫലിപ്പിച്ചത് ഓർക്കുന്നു. എൻ്റെ ചോട്ടുവേട്ടൻ നിരപരാധിയാണെന്ന് പറയാൻ എനിക്കൊരു പെൺകുട്ടി ഇല്ലാതെ പോയി എന്ന് അയാൾ തന്നെ പരസ്യമായി കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോഴിതാ സ്നേഹധനനായ ആ പെണ്ണിനെ അയാൾ സ്വന്തമാക്കുകയും ചെയ്തു. ഗിരിയേട്ടൻ്റേതായിരുന്ന എല്ലാം അയാൾ കവർന്നെടുത്തു. തൻ്റെ ഹൃദയം തകർക്കുകയും ചെയ്തു. തന്നെയെങ്കിലും അയാൾക്ക് വെറുതെ വിടാമായിരുന്നു. നന്ദിതയോടായിരുന്നു താല്പര്യമെങ്കിൽ എന്തിനായി തന്നിൽ മോഹങ്ങൾ വളർത്തി? ഗിരിയേട്ടൻ്റെ സ്നേഹവും വിശ്വാസവും സമ്പാദിക്കാനാവും. ഏറ്റവും വലിയ ചതിയന്മാർ ഇങ്ങനെയായിരിക്കും. നല്ലവരിൽ നല്ലവരുടെ മുഖംമൂടി അണിഞ്ഞിരിക്കും. ഏറ്റവും അന്ത്യത്തിലെ അവരുടെ തനിനിറം മനസ്സിലാവൂ. ശ്യാംസുന്ദറിനേക്കാൾ ഭയങ്കരൻ ഇയാളാണ്, ഈ ചോട്ടു. ഗിരിയേട്ടനും താനും അത് മനസ്സിലാക്കാൻ വൈകി. എല്ലാം മനസ്സിലായപ്പോഴേക്കും തങ്ങൾ പൂർണ്ണമായും ചതിയിൽപ്പെട്ടു കഴിഞ്ഞു. ഗിരിയേട്ടൻ്റെ പ്രതിസുത വധുവിൻ്റെ അച്ഛനെന്ന ബന്ധമേ ബാലൻമാമയുമായി ചോട്ടുവിനുള്ളൂ. എന്നിട്ടും ബാലൻമാമയുടെ അസുഖവിവരം അറിഞ്ഞപ്പോൾ തന്നെ കാൾ മുമ്പേ അയാൾ ആശുപത്രിയിലെത്തി. ഉദ്ദേശം വ്യക്തമാണ്. ബാലൻമാമയുടെ വീട്ടിലെ പരിചാരികയാണ് പ്രൊഫസർക്ക് സുഖമില്ലെന്ന് തന്നെ ഫോണിൽ അറിയിച്ചത്. അത്രയും വിവരമേ ചോട്ടുവിനും ലഭിച്ചിട്ടുണ്ടാവും. വെറുമൊരു കുടുംബ സുഹൃത്ത് എന്ന നിലയ്ക്ക് അറിയിച്ചതാവും. ചോട്ടു അവസരം ഭംഗിയായി വിനിയോഗിച്ചു. ബാലൻമേനോൻ മകളെ പൂർണ്ണ വിശ്വാസത്തോടെ ആ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു. അമ്മുവിൻ്റെ ചിന്ത അത്രയും എത്തിയപ്പോഴേക്കും ടെലിഫോൺ ബെല്ലടിച്ചു. ഒരു സ്ത്രീ ശബ്ദമാണ്. ബാലൻമേനോൻ്റെ പരിചാരികയുടേതുപോലെ തോന്നി. എന്നിട്ടും അമ്മു ആരാഞ്ഞു. ആരാണ്? പ്രൊഫസറുടെ വീട്ടിൽ നിന്നാ. അദ്ദേഹം മരിച്ചു. അല്പം മുമ്പാണ് ആശുപത്രിയിൽ നിന്ന് ഫോൺ വന്നത്. ബന്ധുക്കളെയും പരിചയക്കാരെയും എല്ലാം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതോടെ ഫോൺ കട്ടായി. അമ്മ ഫോണും പിടിച്ച് സ്തബ്ധയായി നിന്നു. ഉമ്മണിയമ്മ നിർബന്ധിച്ചിട്ടും സംസ്കാരത്തിൽ പങ്കെടുക്കാൻ അവൾ പോയില്ല. വൈദ്യശ്മശാനത്തിൽ വെച്ച് പ്രൊഫസർ ബാലൻമേനോൻ കേവല സ്മരണമാത്രമായി തീർന്നു. നന്ദിത സ്വന്തം കിടക്കമുറിയിൽ കരഞ്ഞു തളർന്ന് കിടക്കുകയായിരുന്നു. സന്ധ്യ കഴിഞ്ഞതോടെ എല്ലാം അവസാനിച്ചു. ആ വലിയ വീട്ടിൽ നന്ദിതയും ഒരു പരിചാരികയും മാത്രമായി. സാധാരണ ദിവസങ്ങളിൽ സന്ധ്യയോടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകാറുള്ളവളാണ് ആ പരിചാരിക. പോയിക്കൊള്ളാൻ നന്ദിത പറഞ്ഞിട്ടും ആ സ്ത്രീ അന്ന് പോയില്ല. സംസ്കാര ചടങ്ങുകൾ തീർന്നതും ചോട്ടു വീണ്ടും നന്ദിതയുടെ വീട്ടിലെത്തി. നന്ദിത ഇനി എങ്ങനെയാണ് ഈ വലിയ വീട്ടിൽ തനിച്ച് താമസിക്കുക? ചോട്ടു ആരാഞ്ഞു. സാരമില്ല, ഗിരിയേട്ടൻ്റെ വീട്ടിൽ അമ്മു തനിച്ചാണല്ലോ. അതുപോലെ എനിക്കും ഇവിടെ താമസിച്ചുകൂടെ? അമ്മുവിൻ്റെ അവസ്ഥയല്ലല്ലോ നന്ദിതയുടേത്. അമ്മുവിനെ കാണാൻ ഗിരി ഇടയ്ക്കിടെ എത്താറുണ്ട്. കേസ് ജയിച്ചാൽ അവൻ സ്ഥിരമായി തിരിച്ചെത്തുകയും ചെയ്യും. പക്ഷേ നന്ദിതയ്ക്ക് ശരിയാണ്, എനിക്ക് തുണയായി ആരും വരാനില്ല. നന്ദിത മുഖം കുനിച്ചിരുന്നു. അതുകൊണ്ട് ഞാനൊരു നിർദ്ദേശം വയ്ക്കുകയാണ്, ചോട്ടു പറഞ്ഞു. നന്ദിത പെട്ടെന്ന് മുഖമുയർത്തി അവനെ നോക്കി. നന്ദിതയ്ക്ക് എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാം. എത്ര കാലം? എന്നെന്നും. വേണ്ട. എന്തുകൊണ്ട്? എൻ്റെ അച്ഛൻ എന്നെ ചോട്ടുവിൻ്റെ ചുമലിൽ ഏൽപ്പിച്ചുവെന്നത് സത്യം. പക്ഷേ ഞാൻ എന്നെ ചോട്ടുവിനെ ഏൽപ്പിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റാൻ എനിക്ക് സാധ്യമല്ല. എന്നെ ഉപേക്ഷിച്ചവനാണെങ്കിലും ഗിരിയേട്ടന് ഞാൻ ഇപ്പോഴും കാത്തിരിക്കുന്നു. നന്ദിതയുടെ അച്ഛൻ്റെ ആഗ്രഹം സാധിക്കാൻ എന്നെക്കൊണ്ടും ആവില്ല. കോടതി മുറ്റത്ത് വെച്ച് പിരിഞ്ഞു പോയെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് അമ്മുവാണ്. അപ്പോൾ പിന്നെ എന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത്? നന്ദിതയ്ക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ പറയാം. പറയൂ, എൻ്റെ അനുജത്തിയായിട്ട്. നന്ദിതയുടെ കണ്ണുകൾ വിങ്ങി വിടർന്നു. ഒരു നിമിഷം കഴിഞ്ഞ് അവൾ പറഞ്ഞു, നിങ്ങൾ ഗിരിയേട്ടൻ്റെ ശത്രുവാണ്. നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ താമസിച്ചാൽ ഗിരിയേട്ടൻ അത് പൊറുക്കുകയില്ല. ഇവിടെ തനിച്ച് താമസിച്ച് നന്ദിതയ്ക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ എനിക്ക് എന്ത് സംഭവിച്ചു കൊള്ളട്ടെ? ഞാൻ മൂലം മറ്റാരും സങ്കടപ്പെടാൻ പാടില്ല. ആശുപത്രിയിൽ വെച്ചുള്ള അച്ഛൻ്റെ സംസാരം കേട്ട് അമ്മുവും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അവളൊരു നല്ലൊരു കുട്ടിയാണ്. ഞാൻ ചോട്ടുവിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നതായി അറിഞ്ഞാൽ അവൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തെന്ന് വരാം. ചോട്ടു പൊയ്ക്കൊള്ളൂ, എനിക്കൊരാപത്തും വരില്ല. അതോടെ ചോട്ടു മടങ്ങി. എന്നാൽ ചോട്ടു വീട്ടിലെത്തി വിവരം പറഞ്ഞതോടെ അമ്മ ലക്ഷ്മി മേനോൻ അവനെയും കൂട്ടി കാറിൽ നന്ദിതയുടെ വസതിയിലെത്തി. തെറ്റിദ്ധരിക്കുന്നവരെ ഭയക്കുന്നത് അത്തരക്കാരുടെ ദുഷിച്ച മനസ്സുകളെ അംഗീകരിക്കുന്നതിന് തുല്യമാണ്. ലക്ഷ്മി മേനോൻ നന്ദിതയെ അറിയിച്ചു. നീ എൻ്റെ മകളായി, ചോട്ടുവിൻ്റെ അനിയത്തിയായി ആ വീട്ടിലേക്ക് വരികയാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധമെന്തെന്ന് നമ്മളും ഈശ്വരനും മാത്രം അറിഞ്ഞാൽ മതി. ആ വീട്ടിൽ വന്ന് താമസിച്ചാലും കോടതിയിൽ ചെല്ലേണ്ടി വന്നാൽ ഞാൻ എൻ്റെ ഗിരിയേട്ടന് വേണ്ടിയേ സാക്ഷി പറയൂ. തീർച്ചയായും അങ്ങനെ തന്നെ വേണം. ലക്ഷ്മി മേനോൻ അവളെ അഭിനന്ദിച്ചു. ഒന്നുകൂടി, എൻ്റെ അമ്മുവല്ലാതെ ഒരു പെണ്ണ് ചോട്ടുവിൻ്റെ ഭാര്യയാവുകയാണെങ്കിൽ അന്ന് ഞാൻ ആ വീട് വിട്ടിറങ്ങും. ശരി, ആ അമ്മ സമ്മതിച്ചു.
ആ രാത്രിയിൽ തന്നെ നന്ദിത ലക്ഷ്മിമേനോനോടൊപ്പം ചോട്ടുവിൻ്റെ വീട്ടിലേക്ക് പോയി. നന്ദിത ചോട്ടുവിൻ്റെ വീട്ടിൽ താമസം ആരംഭിച്ച വിവരം പിറ്റേന്ന് തന്നെ ലോക്കപ്പിൽ കിടന്ന ഗിരിധർ അറിഞ്ഞു. അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യമാണ് അറിയിച്ചത്. അഡ്വക്കേറ്റ് തിരിച്ചുപോയ ഉടൻ ഗിരി പല്ല് ഞെരിച്ചുകൊണ്ട് തന്നോട് തന്നെ പറഞ്ഞു, കൊല്ലാതെ ഞാൻ കൊലപാതകിയായി. ഇനി ഞാൻ കൊന്നിട്ട് ലോക്കപ്പിലെത്തും. തീർച്ച. 1 അല്ല 2 കൊല. അന്ന് രാത്രിയിൽ തന്നെ ഗിരി ലോക്കപ്പ് ചാടി. നോവൽ അടുത്ത ദിവസം വീണ്ടും തുടരും.